ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികള്, ജില്ലാ പ്രസിഡന്റുമാരടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി അശ്വിനി ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ യോഗം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ പിടിച്ചിരുത്തിയത്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. അപ്പോ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KMC കിഡ്സ് കെയറിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോ ഒരു അമ്മയുടെ മടിയിൽ ഒരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടി ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഉറങ്ങുകയല്ല, പനിയാണ് കുട്ടിക്ക് എന്നാണ്. അപ്പോ ഈ KMCയുടെ കിഡ്സ് കെയർ അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രയും ഗുണകരമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങള് ജനപ്രതിനിധികളായാലും നേതാക്കന്മാരായാലും ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് ഞങ്ങൾ സംസാരിക്കാറുള്ളത് ഈ സ്ഥാപനം വളർന്ന് വലുതാകട്ടെ എന്നാണ്. പക്ഷേ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ സ്ഥാപനം വളർന്ന് വലുതാകട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രോഗികളുടെ എണ്ണം കൂടട്ടെ എന്നാണ്. അപ്പൊ രോഗികളുടെ എണ്ണം കൂടാനല്ല നമ്മൾ ഇതുപോലെയുള്ള സ്ഥാപനം നടത്തുന്നത്, രോഗികളുടെ എണ്ണം കുറക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്കും പ്രാർത്ഥിക്കാനുള്ളത്, ആശംസിക്കാനുള്ളത് ഈ KMC കിഡ്സ് കെയറിന് ഈ ബദിയടുക്കയിലെ നമ്മുടെ കുട്ടികളുടെ രോഗം കുറക്കാനും അത് അവർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാക്കാനും ഈ കിഡ്സ് കെയറിന് സാധിക്കട്ടെ. നമ്മുടെ പഞ്ചായത്തിലെ രോഗികളുടെ എണ്ണം കുറക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്നാണ്. അല്ലാതെ രോഗികളുടെ എണ്ണം കൂട്ടാനല്ല ആശുപത്രികൾ ശ്രമിക്കേണ്ടത്. അപ്പോ അതിന് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഏത് ആശുപത്രിയിൽ ചെല്ലുമ്പോഴും ഏത് ഡോക്ടറെ നമ്മൾ സമീപിക്കുമ്പോഴും മരുന്നില്ലാതെ ഗുളികയില്ലാതെ നമ്മുടെ രോഗം മാറും. അതെപ്പോഴാണ്? ആ ഡോക്ടർമാരുടെ ഒരു പുഞ്ചിരി നമുക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടർമാർ നമ്മളോട് നല്ല വാക്ക് പറയുമ്പോൾ, നല്ല പെരുമാറ്റം ഡോക്ടർമാരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് ഈ സ്ഥാപനം നടത്തുന്ന ഡോക്ടർമാര്, അവർ ഇവിടുത്തെ സ്റ്റാഫും ഒക്കെ നന്നായി പെരുമാറാൻ അറിയുന്ന ആളുകളാണ്, നല്ല പുഞ്ചിരിക്കാൻ കഴിയുന്ന ആളുകളാണ്, നന്നായി രോഗികളോട് അതുപോലെ തന്നെ രോഗികളുടെ കൂടെ വരുന്ന ആളുകളോടൊക്കെ നന്നായി പെരുമാറാൻ അറിയുന്ന ആളുകളാണ്. അപ്പൊ ഗുളികയും മരുന്നൊന്നും വേണ്ട, അവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ രോഗം ഭേദമാക്കാൻ അവർക്ക് സാധിക്കും. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ സ്ഥാപനം നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ